അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗുമായിട്ട് വന്നാലോ? ഇന്നത്തെ വ്ളോഗിന് പ്രത്യേകതയുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോയിട്ട് വിയർത്ത് കുളിച്ചൊക്കെ വന്ന് കയറിയൊക്കെയാണ്. എന്താ സംഭവം എന്നല്ലേ, ഇത് ഫുള്ള് ഒരു ഗീവ് അവേ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ പർച്ചേസിന് വരുന്നതായിരുന്നു. അപ്പോൾ ഗീവ് അവേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് ഒരു പർപ്പസ്ഫുള്ളി ഉള്ള ഗിഫ്റ്റാണ്. ഇത് എല്ലാവർക്കും ഒന്നും ഈ ഗിഫ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എനിക്കറിയത്തില്ല. ഇതൊരു ഒരു ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയുള്ളതാണ്, അവർക്ക് വേണ്ടിയുള്ള ആ ഒരു സെക്ഷന് വേണ്ടിയുള്ളതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ കുറേ എല്ലാം യൂസ്ഫുള്ളാണ്, അല്ലാതെ ഈ വെറുതെ സാധനങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് എന്താ ആവശ്യമില്ലല്ലോ. ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേണ്ടി നിങ്ങൾക്ക് മേടിച്ചു തരാം. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ അത്രയ്ക്ക് റേഞ്ച് ഉള്ളതൊന്നും അല്ല, എന്നാലും ഇതൊന്നും കിട്ടാത്ത കുറച്ച് പേരുണ്ടാവില്ല, നമുക്ക് കിട്ടും, അവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന് കാണാം. അതിനു മുന്നേ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എന്തായാലും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗീവ് അവയ്ക്ക് ഒരു പേരുണ്ട്. എന്താ ഗീവ് അവയുടെ പേരെന്നല്ലേ? സ്കൂൾ ഗീവ് അവേ. അപ്പോൾ ഗീവ് അവയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായിരിക്കും ഇതിനകത്തുനിന്നല്ലേ. അപ്പോൾ എന്താണ് സാധനം എന്താണെന്നെല്ലാം ഞാൻ പറയാം. അതിന് മുന്നേ എൻ്റെ അമ്മേ എന്തൊരു ചൂടാ. ഗീവ് അവയുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എന്താ, അതിന് മുന്നേ ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ചൂട് കയറിയിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. എനിക്ക് വീട്ടിലെ ഡ്രസ്സ് ഇടുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ വീട്ടിലെ ഡ്രസ്സിലിരിക്കാറ്. ചൂട് കയറുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളെന്നൊക്കെ ഞാൻ പറയാം. ഞാൻ ഓടിപ്പോയത് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് തുടങ്ങിയാലോ? ഫ്രഷായിട്ടൊക്കെ നല്ല സുഖമുണ്ടല്ലോ ഫ്രഷായിട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ അതെ, ഒച്ചയെടുത്ത് നമ്മൾ സംസാരിക്കത്തില്ല. ഇനി കുറച്ച് നേരം മ്യൂട്ടായിരിക്കും, കാരണം രണ്ടുപേർ സ്ലീപ്പിലാണ്. അപ്പോൾ അവർ കേൾക്കാൻ പാടില്ല, അവർ ഉണരാനും പാടില്ല. നമുക്ക് കുറച്ച് മൂകാഭിനയം ആവാമല്ലേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗീവ് അവയുടെ സാധനം. ഇത് മാത്രമല്ല, ഇതിനോട് ഓർമ്മയുണ്ട്. അതായത് 2 പേർക്കുള്ള ഗീവ് അവേ ആയിരിക്കും. ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ നമ്മളിടും. ആദ്യം ഈ പൗച്ച് എന്നാണ്. ഇത് ഞാൻ മീഷോ എന്നാണെന്ന് തോന്നുന്നു. ഞാൻ പർച്ചേസ് ചെയ്ത് ഞാൻ നേരത്തെ വെച്ചിരുന്ന ഒരു ഗീവ് അവേ തരണമെന്ന് വിചാരിച്ച് നേരത്തെ മേടിച്ച് വെച്ചിരുന്ന ഒരു കാര്യം കേട്ടോ. സംഭവം പുതിയതാണ്, നിങ്ങളാരും വിചാരിക്കാൻ ഉപയോഗിച്ചത് പോലുമല്ല. ഇത് പുതുപുത്തൻ ആ കവറിൽ അങ്ങനെ തന്നെ ഇരുന്നതാണ്. നല്ല അടിപൊളി പൗച്ചാട്ടോ. സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള പൗച്ച്. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള പൗച്ചുണ്ട് കേട്ടോ. ഈ പൗച്ച് മാത്രമല്ല, ഈ പൗച്ചിലായിട്ട് കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതിൽ ആദ്യത്തെ സാധനം ഇതാട്ടോ. ഇതൊരു പെയിൻ്റാണ്. ഇത് 6 കളർ വരുന്ന ഒരു പെയിൻറ്റ് സെറ്റാണ്. ഇത് ഓരോ പൗച്ചിലും ഓരോന്ന് വിധമുണ്ട്. അതിൻ്റെ കൂടെ 2 പേനയും കൂടെ ഉണ്ട് കേട്ടോ. പേന, പെൻസിൽ, ഇതൊക്കെയാണല്ലോ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ. ഈ ഒരു പെൻസിലുണ്ടോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു പെൻസിൽ നമ്മുടെ നോർമൽ പെൻസിലിനെ നമുക്ക് തോന്നിക്കുമെങ്കിലും, പക്ഷേ ഇത് നോർമൽ പെൻസിലല്ല ഗൈസ്, ഇത് ഞെക്കടി പെൻസിലാണ്. കാരണം ഇതുണ്ടോ, ഞാനത് വിചാരിച്ചു ഇത് നമ്മുടെ ഇത് വെട്ടുന്ന ഇതായിരിക്കും, പക്ഷെ അല്ല. ഇവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഈ പെൻസിൽ ഇങ്ങനെ മേളി വരും. നമ്മൾ നോർമൽ പെൻസിലുകൊണ്ട് അവസാനം വരെ ഇരിക്കുകയും ചെയ്യും. എന്താ ഐഡിയ അല്ലേ? ഞാനിപ്പോഴാണ് ഇത് കണ്ടേട്ടോ. പിന്നെ ഒരു എറൈസറും പിന്നെ ഒരു കട്ടറും. ഇത്രയും സാധനമാണ് നമ്മുടെ പൗച്ചിലുള്ളത്. പിന്നെ എൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും അതും കൂടി ചേർത്ത് നിങ്ങളുടെ ഗീവ് അവേ ഗിഫ്റ്റ് ഇതാട്ടോ. അങ്ങനെ 2 പൗച്ച് നിങ്ങൾക്കായിട്ട്. ഫ്രണ്ട്സ്, ഈ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അതായത് 2 പേർക്കായിട്ട് ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 2 പേരെ ഞാൻ യൂട്യൂബിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനുള്ള മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്ന ആളെ കോൺടാക്റ്റ് ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ ചാനലിൻ്റെ പേരില്ല, അതെനിക്ക് കീർക്ക് പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അതാണ് ക്രാഫ്റ്റി കിർക്ക്. ഇനി സംസാരിക്കുന്നതും ഈ വീഡിയോ തമ്മിൽ യാതൊരു ബന്ധമില്ല. കാരണം ഞാനിത് എങ്ങനെയാണ് ആളെ സെലക്ട് ചെയ്യുന്നത് പറയുന്നൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ആ പറയുന്ന വീഡിയോ ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല, ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ അല്ലാതെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 പേരായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. 2 പേരെ യൂട്യൂബിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ലോങ് വീഡിയോയ്ക്കും ഇതിൻ്റെ തന്നെ ഈ ഗിവ് അവയുടെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാവും. അത് 2 കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പിന്നെ അവരിൽ നിന്നായിരിക്കും ഞാൻ ആളെ ചൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇത് സ്കൂൾ ആക്സസറീസ് ആണ്. ഇത് വേണ്ടവർ മാത്രം കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഇത് സ്കൂളിലെ ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അവർക്കല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് വേണ്ടവർ മാത്രം കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഇത്രയും നാളത്തെ എൻ്റെ വീഡിയോയുടെ ഒരു ഫുൾ കണ്ടിട്ട്, എൻ്റെ ഒരു പ്രൊഫൈലിൽ കയറി കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൂടി കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ കമൻറ്റുകൾക്കെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.